Life is so beautiful. One day, 1 hour, 1 minute will never come again. So forget all your problems and be happy. ഹലോ, എന്താണ് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിചാരിക്കുന്നു. ഞങ്ങളും സുഖമായിട്ടിരിക്കുന്നു. അപ്പം നമ്മുടെ കസാക്കിസ്ഥാൻ ഡയറീസ് കുറച്ച് മുന്നേ നിർത്തി വെച്ചതാണ്. പിന്നെ നമ്മൾ നാട്ടിൽ പോയി, അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളും പിന്നെ നാട്ടിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നമ്മൾ കസാക്കിസ്ഥാൻ ഡയറീസിൽ സീരീസ് അവിടെ കുറച്ച് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. നമ്മൾ ഡേ 3 ആണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡേ 3യിലെ ലാസ്റ്റത്തെ എപ്പിസോഡാണിത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ നമ്മുടെ കസാക്കിസ്ഥാൻ ഹോംലി ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ കൈൻഡ്ലി ലേക്കിലോട്ടാണ് നമ്മുടെ യാത്ര. അപ്പോൾ 2 വാനിലാണ് നമ്മൾ പോകുന്നത്. അതായത് ആണുങ്ങൾ ഒരു വാനിലും ഞങ്ങൾ വേറെ വാനിലുമായിട്ടാണ് പോകുന്നത്. അപ്പോൾ കുറച്ച് ദൂരം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ഓഫ് റോഡ് യാത്രകളാണ് നമുക്ക് ഇനിയുള്ളത്. അപ്പോൾ നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കാണാം, ആസ്വദിക്കാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അങ്ങനെ കുറച്ച് ദൂരം നമ്മുടെ റോഡ് സ്മൂത്തായിരുന്നു. അത് കഴിഞ്ഞിട്ടുള്ള പിന്നെ വഴിയാണ് കേട്ടോ ഇങ്ങനെയാണ്. പിന്നെ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഇനി അവിടേക്ക് എത്തിയിട്ട് അവിടെ ഇറങ്ങി കാണാൻ പറ്റുമെന്നുള്ളൊരു സംശയമൊക്കെ നമ്മുടെ ഉള്ളിൽ വന്നു. കാരണം ഇങ്ങനെ മഴ പെയ്യുമ്പോൾ നമ്മളെങ്ങനെ പോവും? ഒരു ലേക്കോ നമ്മൾ മഴ കാരണം മുഴുവനും പോകാൻ പറ്റിയില്ല. അടുത്തതും അതുപോലെ ആവുമെന്നുള്ള ഒരു ആശങ്ക ഉള്ളിലുണ്ടായിരുന്നു. അങ്ങനെ ഇത് പിന്നെ കുറച്ച് ദൂരവും നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. പിന്നെ 2 സൈഡിലും നല്ല പച്ചപ്പ് വിരിച്ച മലനിരകളാണ്. കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഉള്ളത്. അവിടെ കുറേ കുതിരകളും പശുക്കളും ഒക്കെ ഇങ്ങനെ മേഞ്ഞ് നടക്കുന്നതും നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം കേട്ടോ. എന്തായാലും അടിപൊളി സീനറിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതുപോലെ ഒത്തിരി പേര് വരുന്നുണ്ട്, തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം കാണാൻ 2 സൈഡും കാണാൻ നമുക്ക് കണ്ണിന് നല്ല കുളിർമ തരുന്ന കാഴ്ചകളാണ് നമുക്കുള്ളത്. കുറച്ച് ദൂരം നമുക്കിങ്ങനെ സഞ്ചരിക്കാനുണ്ട്. ഓഫ് റോഡ് റൈഡായ കാരണം എന്താ പറയുക, ഒന്ന് കുലുങ്ങിയും ചെരിഞ്ഞും മറിഞ്ഞൊക്കെയാണ് നമ്മുടെ യാത്ര. പിന്നെ നമ്മുടെ ചുറ്റും നല്ല മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനി നമ്മൾ പോകുന്ന സ്ഥലത്തെ കുറിച്ചിട്ട് നമുക്ക് ഒന്ന് അറിഞ്ഞാലോ. കസാക്കിസ്ഥാൻ്റെ തെക്ക് കോൾ തടാകങ്ങൾ ദേശീയോദ്യാനങ്ങളിലാണ് ഈ കൈൻഡഗി തടാകം സ്ഥിതി ചെയ്യുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും 2000 മീറ്ററും 1600 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ആൽമാട്ടിയിൽ നിന്ന് 130 കിലോമീറ്റർ കിഴക്കായാണ് സ്ഥിതി ചെയ്യുന്നത്. 1911 കെബിൻ ഭൂകമ്പത്തെ തുടർന്ന് പ്രകൃതിദത്തമായ ഒരു അണക്കെട്ട് രൂപപ്പെട്ടു. അതിൽ തുടർന്നുണ്ടായ വലിയ ചുണ്ണാമ്പ് കല്ലുകളുടെ മണ്ണിടിച്ചിലിൻ്റെ ഫലമായാണ് ഈ തടാകം രൂപപ്പെട്ടത്. ഇത് മലയിടുക്കിനെ തടഞ്ഞു നിർത്തി മലവെള്ളം നിറഞ്ഞിട്ടാണ് ഈ തടാകം ഉണ്ടായിട്ടുള്ളത്. ഈ തടാകത്തിലെ
അതിൻ്റെ ഏറ്റവും ആഴമേറിയ സ്ഥലത്ത് ഏകദേശം 30 മീറ്റർ. പിന്നെ ഈ തടാകത്തിൻ്റെ വെള്ളത്തിൻ്റെ നിറത്തിന് വളരെയേറെ പ്രത്യേകതയുണ്ട് കേട്ടോ. വെള്ളത്തിന് നീല കലർന്ന പച്ച നിറമാണ് ഉള്ളത്. അത് കാണാൻ നല്ല മനോഹരമായിട്ടുള്ള കളറാണ്. അപ്പോൾ നമുക്കത് കാണാം കേട്ടോ. പിന്നെ വേറൊരു പ്രത്യേകതയുള്ളത്, ഈ തടാകത്തിൻ്റെ ഉപരിതലത്തിന് മുകളിലൂടെയായിട്ട് ഉയരുന്ന വെള്ളത്തിനടിയിലായിട്ട് പസിയ സ്ട്രങ്കിയാന മരങ്ങളുടെ കടപുഴകിയ ഭാഗങ്ങൾ ഈ തടാകത്തിലുണ്ട്. ഈ പ്രദേശം പലപ്പോഴും മുങ്ങിപ്പോയ വനം എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ പ്രദേശം അന്താരാഷ്ട്ര വിനോദസഞ്ചാര കേന്ദ്രമായിട്ട് കുറച്ച് കാലങ്ങളായി. അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാരെത്തുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ കഥ പറഞ്ഞിരുന്ന സമയം കഴിഞ്ഞില്ല, നമ്മളിതാ സ്ഥലത്തെത്തി. ഇനി ഇവിടെ നിന്ന് നമുക്ക് കുറച്ച് ദൂരം നടന്നിട്ട് വേണം, ഒരു 500 മീറ്ററോളം നടക്കാനുണ്ടെന്നാണ് പറഞ്ഞത്. നടന്നിട്ട് വേണം നമുക്ക് ഈ തടാകത്തിൻ്റെ അടുത്തോട്ട് എത്താൻ. അപ്പോൾ എല്ലാവരും കോട്ടും സൂട്ടും ഒക്കെ ഇട്ടിട്ടുണ്ട്, അതിന് പേര് മഴക്കോട്ടും ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള യാത്ര കാൽനടയാണ്. ഡ്രസ് അഴുക്കൗട്ടോ. വല്ല വർത്താനായിട്ടെ നമ്മുടെ ഇതാ 1 to 10 എടുത്ത് വാങ്ങാ. 1 to 10 ഷൂ അടിച്ചിട്ട് അതിന്റെ വണ്ടി പറക്കല്. 1 to 10 ഷൂ അടിച്ചിട്ട് അതിന് കഥ പറക്കല്, അതിന് കരച്ചില്. ഓ കഷ്ടം. കെട്ടി അഡ്ലോക്കലാ. ഒറിജിനൽ ട്രക്കിംഗ് ഷൂ ഓ ഫാന്റാസ്റ്റിക്. റിവ്യൂ പോണേ, ട്രക്ക് റിവ്യൂ. ഹായ് എന്ന് പറ. ഒറിജിനൽ ട്രക്കിംഗ് ഷൂ. ആ ഒറിജിനൽ ട്രക്കിംഗ് ഷൂ. ഞാൻ വാണിയാന്ന് പറഞ്ഞ അവന്മാരെ കൂടെ This is your, how many times you came here before? Fifth. This 5th time? For me. Yeah. For me. 5th time. Yeah. Nice. Yeah. So 500 meters with children, I think maybe about 20 minutes to It's fine, it's fine. 500 meters fine. You know, now we are going. That is sea shot, sea shot. ജസ്റ്റ് വേറെ സ്വിച്ച് ഒന്നുമില്ല. ഓഫാക്കാം. വീഡിയോ എടുക്കണോ? സീനറി എടുക്കാം. ആ നടന്നോ, നിങ്ങൾ നടക്കുന്നത് ഞാൻ എടുക്കാം. അയ്യോ നോക്കണം, സ്നോ. നീ കണ്ടില്ലായിരുന്നു എത്ര ഇതൊക്കെ എഡിറ്റ് ചെയ്തിട്ട് വരുന്നതായിരിക്കും, ഞാൻ വെറുതെ എടുക്കും. ഞാൻ കണ്ടിന്യൂ വെച്ചാ പോരെ? ഇറങ്ങുന്നുണ്ട്. എനിക്ക് വിരള അറിയാത്തത്, മറ്റേ ശരിക്കും നമ്മള് സിനിമാറ്റിക് സീനറിയിലെ ഇറങ്ങാൻ ഒരു പ്രശ്നവുമില്ല. കേറാൻ ഗ്രിപ്പ് കിട്ടുമെന്നാ ഈ ഷൂ ഒക്കെ ഇട്ട് വന്നിട്ട്.
അവരെ നമ്മൾ എടുക്കാതെ സൂക്ഷിച്ചോ നീ. 40 തികഞ്ഞ വായ്പമാരായി. ആരില്ല. സുബിനെ 30 കഴിഞ്ഞ ഐറ്റം ഇല്ലല്ലോ അതില്. അതാരാ സുബിതാ? അത്ര ആ പുള്ളിക്കാരനല്ലേ ഏറ്റവും ഇളയത് കൂട്ടത്തിൽ. സമ്മതിക്കില്ല ഞങ്ങൾ. എവരും കളയും സമ്മതിക്കും. കണ്ടെല്ലാം ഒരുപോലാണല്ലോ ഓ ഈ ലേക്കിന്റെ വീഡിയോ ഞാൻ അവിടുന്ന് അവരിൽ ഇറങ്ങി തന്നെ എടുക്കുന്നേ. പറ്റില്ല. 90 പറഞ്ഞിറക്കുക 20 വരുന്നില്ല. ആ നീ എന്താ ഡ്രസ്സൊക്കെ ഊരുണ്ടോ? വിത്ത് ഐസോ? ഈ ലേക്ക് ഞാൻ വീഡിയോ കണ്ടപ്പോ എന്തോ ഭംഗിയുള്ള ലേക്ക് എന്ന് വിചാരിച്ചു. ഇത്ര ബുദ്ധിമുട്ടാണ് കാണുമ്പോ ഇത്ര ഇറക്കണ്ടായിരുന്നു. ആ ലേക്ക് മാത്രല്ലേ നമ്മള് ലീനത്തെ ആള് കുറഞ്ഞ എന്റെ മോനെ നീ ഇട്ടടിക്കണ്ട. മിനിറ്റ് വെച്ച് ഡോൺ സബ്സ്ക്രൈബ് വരുന്നുണ്ട് അവന്റെ വയൽ. പക്ഷേ 24 മണിക്കൂർ ആരെയും വന്നാലും വീഡിയോ നിന്റെ കാണിച്ചു പോകും. കാണിച്ചെടുക്കണ്ടേ? അമ്മച്ചി അറിയുന്ന പോലില്ല. നമ്മള് ചിലപ്പോ അറിയും. അവര് താഴേക്ക് എത്തുമ്പോഴേക്കുള്ളൊരു ലേക്ക് കാണാൻ സൈഡിൽ കൂടെ ആവുണ്ടായിക്കൂലേ? ഞാൻ സാധനം പിടിക്കില്ല. പുതിയ ഷൂ വാങ്ങിയ നന്നായില്ല എല്ലാരും. ചേട്ടൻ പുതിയ ഷൂ വാങ്ങി. എനിക്ക് ഇവിടെ പോകുമ്പോ എന്തേ അവക്ക് വാങ്ങാഞ്ഞു? നിന്റെ കാല് ശരിയായ ലിജ ചേട്ടൻ രാത്രി തിരുമ്മി തരുന്നു. അല്ല പറഞ്ഞോ, അല്ലെങ്കിൽ ലിപ്സ് നമ്മാവും. മിക്കവാറും വീഴുന്നത് ഞാൻ കാര്യമായിട്ട് എടുക്കാം. എല്ലാരും ഇറങ്ങിക്കോളും. മോശം വരില്ല കേട്ടോ. വലിക്കല്ലേ അച്ഛനെ? യുവാൻ വേണ്ട. പിടിച്ചു പോണവര് കേറുമ്പോ എല്ലാരും ഒറ്റയ്ക്ക് നടന്നാൽ മതി. കേറിയാ മതി. എത്തി. ഇനി ആരാ വരാത്തെ? ഒരാളും അനീഷേട്ടൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച വാങ്ങിയിട്ടുള്ളു പുതിയ ലൈസ്. കൈനോട് കൈയുണ്ടോ? ബാഗ് പിടിക്കണോ? ഞാനിപ്പോ സെറ്റാക്കി നോക്കണം. അത് തരില്ലല്ലേ ചൂട്. എന്നാ ചെറിയ മരം മുള്ളുണ്ടാ? ഒന്നായിട്ട് പറിച്ചു കൊണ്ടുപോവാനോ? അമ്മടി വികരി. മറ്റേത് നമുക്ക് പറിക്കാം. അത് നല്ല പൊട്ടിക്കാൻ കിട്ടുന്നില്ല. കത്തി വേണം. എന്ത് ഇത് ലീജോദാന്റെ കുട്ടീനെ കൊടുത്തപ്പോ തിരിച്ചു തന്നതാ. കുട്ടിക്ക് പകരം തന്നതാ.
വാ. അങ്ങനെ ഒന്നും രണ്ടും തമാശകളൊക്കെ പറഞ്ഞ് ഞങ്ങൾ താഴെ എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനി അധികമില്ല, ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ ഈ തമാശകളൊക്കെ എന്താ പറയുക, എപ്പോഴെങ്കിലും ഇനി ഈ വീഡിയോ ഓൺ ചെയ്യുമ്പോൾ ഒക്കെ കേൾക്കാൻ നല്ല രസമല്ലേ, അതുകൊണ്ടാണ് ഒന്നും എഡിറ്റ് ചെയ്യാണ്ട് അങ്ങനെ തന്നെ ഇട്ടത്. ഓ, ഇവിടെ ഒരു വ്യൂ ഉണ്ടല്ലോ, തിരിച്ചു പോകുമ്പോ കാണാല്ലേ. ആണോ? മഴയല്ല? ആ, ഞങ്ങൾ റീൽസ് ഇടുമ്പോ എടുക്കാം. ക്രിസ്മസ് അല്ലേ? ഇപ്പോഴാണ് ക്രിസ്മസിന്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നത്. ഇവിടെ എത്തുമ്പോൾ അങ്ങനെ മഴ പെയ്തിട്ടില്ല കേട്ടോ. അത് കാരണം ഞങ്ങളുടെ കോട്ടുകളൊക്കെ ഊരാം നമുക്ക്. പിന്നെ ഇതാണ് ഇവിടെ ഈ സ്ഥലത്തെക്കുറിച്ച് ഇവിടുത്തെ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മുടെ ഇംഗ്ലീഷിലൊന്നും കാണാനില്ല, ഇതൊക്കെ ഇവരുടേതായ ഭാഷയിലാന്ന് തോന്നുന്നു. അങ്ങനെ നമ്മളിതാ ഫൈനലി എത്തിച്ചേർന്നു. അപ്പോൾ ഇനി നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. You want to try? Ready? Wow, it's made after an ഇതൊക്കെ നമുക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാര്യം. ഇതൊന്നും കാണാതെ ധൃതി പിടിച്ച് അങ്ങോട്ട് നിന്നിട്ട് പിന്നെ അവിടെ ചെല്ലുമ്പോ പുള്ളിക്കാരൻ നീ ഇതൊക്കെ കണ്ടിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കണ്ട് ഹാപ്പി ആയിട്ട് കാര്യം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ലേക്ക്? അടിപൊളി വ്യൂ അല്ലേ? എത്ര കണ്ടാലും മതി വരാത്ത പോലത്തെ ഒരു സംഭവം തന്നെയാട്ടോ. എല്ലാവർക്കും ഫോട്ടോസ് എടുത്തിട്ടും വീഡിയോസ് എടുത്തിട്ടും മതിയാവുന്നില്ല. എല്ലാവരും നന്നായിട്ട് കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തിരി 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 നിങ്ങൾക്ക് തിരി 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 അങ്ങനെ വേണ്ട. ഞാൻ പത്രവട്ടം തിരിയല്ലേ? ആ, ഈ സംഗീത ഭയങ്കര ഫാസ്റ്റാണ്. സംഗീതം ഒന്നും ആദ്യം അനുഭവം തിരിയേണ്ടത്. അല്ല, ഞാൻ തിരിഞ്ഞാ പോരെ? നീ തിരിഞ്ഞാ പോരെ? ശരിയാകുമ്പോ ആ, ഒരു സാധനം കിട്ടി. റെഡി 1 2 3 സ്റ്റാർട്ട്. ഓക്കേ, തല തിരിക്കട്ടാ. വാർദ്ധക്യായി അങ്ങോട്ട് സമ്മതിക്കാൻ വയ്യ. ഫാഷൻ ഇത്തിരി കൂടുണ്ട്. അല്ല, എന്നൊരു ജനസംസാരം ഉണ്ടേ. പ്രായമേറിയെന്ന് വെച്ച് ഫാഷൻ യുഗത്തിലല്ലേ നമ്മളും കഴിയണേ. കാലത്തിനൊത്ത കോലം. അങ്ങനെ എല്ലാവരും മാറി മാറി ഓരോ വ്യൂ പോയിന്റിൽ നിന്നും ഇങ്ങനെ ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും
മഴ പെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ഭംഗി ആസ്വദിക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. അത് എന്തായാലും കാണാൻ പറ്റി. ഇനി അടുത്ത വ്യൂ പോയിന്റിലേക്ക് നമ്മളിനി പോവുകയാണ്. ഇവിടെ തന്നെ വേറൊരു കുറച്ചുകൂടിയും കയറിയിട്ട് ഒരു വ്യൂ പോയിന്റ് കൂടിയുണ്ട്. അവിടേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഞങ്ങളെ കളിക്കുന്ന നമ്മൾ പറഞ്ഞില്ലേ മരത്തിൻ്റെ ഇത് അവിടെ കടപുഴകി വീണ് കിടക്കുന്ന സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ടെന്ന്. ആ നിൽക്കുന്ന മരങ്ങളാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് ഈ വ്യൂ പോയിന്റിൽ നിന്നാലാണ് ഇതൊന്നുകൂടി നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത്. പിന്നെ നമ്മൾ കയറി വരുന്ന വീഡിയോ തിരിച്ച് നമ്മൾ എടുത്തില്ല, കാരണം എല്ലാവരും വശം കിട്ടും. കാരണം നല്ല തണുപ്പുണ്ടായിരുന്നു, പിന്നെ മഴയുണ്ടായിരുന്നില്ല, തണുപ്പുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊന്നും എടുത്തില്ല. പിന്നെ വീണ്ടും നമ്മുടെ ഓഫ് റോഡ് റൈഡിങ് തുടങ്ങുകയാണ്. അപ്പോൾ വീണ്ടും കുലുങ്ങി ചെരിഞ്ഞും മറിഞ്ഞുള്ള യാത്രയാണ്. ഇനി നമ്മൾ ഒരു സ്ഥലത്തേക്ക് കൂടിയും പോകുന്നുണ്ട്. പക്ഷേ നമുക്ക് അവിടെ എത്തിയിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുമോ എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം നമുക്ക് കുറച്ചുകൂടി ദൂരം സഞ്ചരിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് ഇനി അവിടെ എത്തിയിട്ടുള്ള കാര്യങ്ങൾ കാണാം കേട്ടോ. ഇവിടെ നമുക്ക് കുതിര സവാരിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ വാനിലല്ലാണ്ടും കുതിര സവാരിയൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും നേരമൊന്നും പോരാ. അപ്പോൾ അതൊക്കെ ഒരു ദിവസമൊക്കെ ഈ സ്ഥലത്തേക്കായിട്ട് നമ്മൾ വരണം. അങ്ങനെയുള്ളപ്പോഴാണ് നമുക്ക് അവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുക. നമുക്കിവിടെ നൈറ്റ് സ്റ്റേയോ അങ്ങനെയൊക്കെ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നിൽക്കണമെങ്കിൽ നമ്മൾ ഇവിടെ തന്നെ 2-3 ദിവസമൊക്കെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കിപ്പോൾ അത്രയും സമയമില്ലാത്തത് കൊണ്ട് നമ്മൾ വേഗം അവിടെ നിന്ന് തിരിക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതാ ആകാശം നോക്കിയാൽ നല്ല തെളിഞ്ഞ മാനം, വെയിലൊക്കെ വന്നു. എന്താ പറയുക, കാർമേഘങ്ങളൊക്കെ പോയി. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ, തണുപ്പിനൊരു കുറവുമില്ല. അപ്പോൾ ഇപ്പോൾ ആ സമയത്ത് അവിടെ നല്ല തണുപ്പുണ്ടെങ്കിൽ ഡിസംബറൊക്കെ ആകുമ്പോൾ എന്തായാലും വിറയ്ക്കും നമ്മളെല്ലാവരും. എന്തായാലും മഞ്ഞ് കാണാൻ ആഗ്രഹമുള്ളവരൊക്കെ ആ ടൈമിൽ വരികയാണ് ഏറ്റവും നല്ലത് കേട്ടോ. പച്ചപ്പും പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഈ ടൈമിൽ നമുക്ക് എത്തണം. അങ്ങനെ നമ്മൾ ഏതാണ്ട് നമ്മുടെ സ്ഥലം എത്താറായിട്ടുണ്ട്. ഇതാ കുതിര സവാരിക്ക് ഇതൊക്കെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർ ഇവിടെ
ഇങ്ങനെ അതിമനോഹരമായിട്ട് വീഡിയോ എടുക്കുന്നത് എൻ്റെ കെട്ടിയവനാണ്. അപ്പോൾ ആൾ അതിഗംഭീരമായിട്ട് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓഫ് റോഡിങ്ങിൻ്റെ റോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായിട്ട് അദ്ദേഹം പകർത്തിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ എടുക്കാൻ കാര്യമായി പഠിച്ചിട്ടുണ്ട് അദ്ദേഹം. ഒന്നും വിടാതെ കല്ലും മണ്ണും റോഡും മരങ്ങളും പച്ചപ്പും മലകളും ആകാശവും ഒന്നും വിടാതെ എല്ലാം പകർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇതാ നമ്മുടെ ബസ്സിൻ്റെ അടുത്ത് എത്തിയിട്ടോ. അപ്പോൾ ഞങ്ങൾ 2 വണ്ടിയിലാണ് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാനുള്ള പരിപാടിയിലാണ് എല്ലാവരും. എന്തുണ്ട് നോക്ക്. ഇങ്ങോട്ട് എടുക്കാനായിട്ടുള്ളൂ. അല്ലടേ ഇവിടുന്ന് എന്ത് വിശാലമായ റോഡിലെ അതിൻ്റെ 2 സൈഡിലൊക്കെ കുറേ കുതിരകളും പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല ഭംഗി, തെളിഞ്ഞ ആകാശം, നല്ല സൂര്യപ്രകാശം, അങ്ങനെ ഉഷാറായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചെറിയൻ കാനിയോണിലോട്ടാണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഇവിടെ വേഗം ഇരുട്ടാവും. നമുക്ക് വൻ തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളവിടെ എത്തി. അതിനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം.
അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിക്കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കൽ പരിപാടിയൊക്കെയാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് കുറച്ച് ദൂരം കൂടിയും ഇവിടെ നമുക്ക് സഞ്ചരിക്കാനുണ്ട് അവിടെ എത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്തു കഴിഞ്ഞു. ഞങ്ങൾ കുറച്ച് ദൂരം കൂടി സഞ്ചരിച്ചു, സ്ഥലമൊക്കെ എത്തി. പക്ഷേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കാരണം നല്ല ഇരുട്ടായിരുന്നു. ഞങ്ങൾ അവിടെ പോയി കണ്ടു, പക്ഷേ അത് നല്ലൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട സ്ഥലമായിരുന്നു. ഞങ്ങളുടെ സമയം അതിന് അനുവദിച്ചില്ല. അതുകൊണ്ട് വീഡിയോ അധികം ഉൾപ്പെടുത്താനും പറ്റിയില്ല. കാരണം ഇരുട്ടായിട്ട് കാര്യമായിട്ട് ഒന്നും നമ്മുടെ ക്യാമറയിൽ പതിയുന്നില്ല. അപ്പം ഞങ്ങൾ ആ യത്നം അങ്ങോട്ട് ഉപേക്ഷിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ അതിലോട്ട് ഇറങ്ങി നടക്കാനും ഉള്ള സൗകര്യം, യാത്രയും ഒക്കെ ഉണ്ടായിരുന്നു. എന്തോ വണ്ടിയിൽ കയറിയുള്ള യാത്രയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനൊന്നും നമുക്ക് പറ്റിയില്ല. അതാണ് ഞങ്ങൾക്ക് വന്നൊരു വല്ലാത്തൊരു നഷ്ടമായി പോയി. അത് ഞങ്ങൾ അവസാനം ഗൂഗിളിലും മറ്റ് വീഡിയോസൊക്കെ കണ്ട് തൃപ്തി അടങ്ങുകയാണ് ചെയ്തത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് 2-3 ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ തിരിച്ചു. പിന്നെയും ഈ വന്ന വഴി മുഴുവൻ നമ്മൾ അൽമാട്ടിയിലേക്ക് എത്തണം. അപ്പോൾ അത്രയും ദൂരം യാത്രയാണ് പിന്നെ നമ്മൾ ചെയ്തത്. അതൊന്നും പിന്നെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് നമ്മുടെ അൽമാട്ടിയിലെത്തി. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കണം. ഭക്ഷണം കഴിക്കൽ വലിയൊരു പണിയാണ്. കാരണം കാലത്തങ്ങോട്ട് കഴിച്ചിട്ട് അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിച്ചു. അത് കഴിഞ്ഞ് പിന്നെ അതിൻ്റെ ഇടയിലൊന്നും നമുക്കങ്ങനെ ഗ്യാപ്പൊന്നും ഉണ്ടായിരുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ശരിക്കും നല്ല വിശപ്പിൻ്റെ വിളി നമ്മൾ അറിയുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അവിടെ ഒരു ചേട്ടൻ ഇരുന്ന് പാട്ടൊക്കെ പാടുന്നുണ്ട്. അത് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നില്ല. നോക്കട്ടെ, ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരും. അപ്പോൾ അതുകൊണ്ട് അത് വല്ലാണ്ട് ഉൾപ്പെടുത്തുന്നില്ല. അങ്ങനെ നമ്മളിതാ ഹോട്ടലിൽ കയറാൻ പോവാണ്. ഇനി ഭക്ഷണം കഴിക്കൽ കലാപരിപാടിയാണ്. നമ്മുടെ ഗൈഡായ മല്ലികയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഷാഫ്രൺ ഹോട്ടൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെയിട്ടാണ് നമ്മളിപ്പോൾ കയറി പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ അവിടെ പോയി ഒന്ന് എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ ഇത്രയും ആൾക്കാരുണ്ടല്ലോ, എന്നിട്ടാണ് നമ്മൾ കയറി ചെല്ലുന്നത്. കുറച്ച് നേരം നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ. ഇന്നത്തെ കച്ചപ്പൊരി വേറെയാണല്ലോ. Should I like just something like that? Because Aniva, how is the food? അടിപൊളി, സൂപ്പർ. ആരെയിരിക്കണ പ്രതാപി എൻ്റെ മോനാണ്. ഇതെന്താ ഫ്ലാറ്റ് ആയവൻ? അയ്യോ, more popular. But and for us, for example, today you experience that off-road, and probably someday they will change it. But in terms of experience, like that, so that it's that kind of bus, it's a
okay, but still, I mean, I want to have normal road. We feel that, off-road some people are like. Yeah, but still. From outside in India. If we go Georgia and Armenia, there are many universities our students are studying. Universities here also. Good universities are here. University, good colleges. Graduation. Arts college, MBBS, medicine. You mean, If you go in Georgia, Armenia, yeah. there are many kids from Kerala, from India. I got it. Studying. Yeah, the vast majority study medical at medical university, Yes. like from India. But I don't know where is Not that much. Like, Which one is a very beautiful country, tourist place in Kazakhstan? It's too far weather. so many. West Kazakhstan, East Kazakhstan. അങ്ങനെ കഥ പറയലും ഭക്ഷണം കഴിക്കലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ്. പിന്നെ നാളെ ഞങ്ങൾക്ക് ഉച്ച തൊട്ടിട്ട് യാത്രയുള്ളൂ. അപ്പോൾ അതുവരെ എല്ലാവർക്കും റെസ്റ്റാണ്. കാരണം ഇന്നൊരു ദിവസം ഇത്രയും യാത്രകളൊക്കെ ചെയ്ത് നടന്നൊക്കെ വന്ന കാരണം എല്ലാവരും ഭയങ്കര അവശരായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ സെപ്റ്റംബർ 8 ആയതുകൊണ്ട് ഞങ്ങൾ ക്രിസ്ത്യൻസ് ഉണ്ട് അതിൽ. അപ്പോൾ അതിൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു പള്ളിയിൽ പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മുടെ മല്ലികയുടെ അടുത്ത് ചോദിച്ചറിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ആരും മറക്കരുത് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക്